നമസ്കാരം. ഇപ്പോൾ പുതിയ കൊണയായിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ. സെറ്റ് ആദ്യം വെക്കണം. മൂഞ്ചി ഒരു ഹെഡ്സെറ്റാണ്. കുഴപ്പമില്ല, എന്നാലും വർത്താണ്. കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാണ് മയിൽ. കണ്ണടി വെച്ച് കഴിഞ്ഞാൽ അല്പം നമ്മൾ കുണയ്ക്കാൻ തുടങ്ങും. നമുക്ക് ഇന്നത്തെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഐറ്റംസ് എന്തെല്ലാം? तू मेरा कोई ना तुम्हें റിസർവ് ബാങ്കിന്റെ നോട്ടടിക്കുന്ന പ്രശ്നമുണ്ടല്ലോ, കമ്മട്ടം. അതെടുത്തുകൊണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിരിക്കുന്ന തട്ട് താറ് തന്നെ. കൊള്ളാം. പെമ്പിളേർ രൂമ്പി, ആമ്പിളേർ വിജയിച്ചു. അവിടെ നമ്മുടെ കരുത്ത് തെളിയിച്ചിട്ടുണ്ട്. तू मेरा कोई എന്നാ അപരാധമാടാ. ആഘോഷിക്കാനും പരസ്പരം പങ്കുവെക്കാനും ഒക്കെ ഉള്ള ഒരു ആഘോഷമാണ് ഓണം എന്ന് പറയുന്നത്. ഒത്തിരി വർഷമായിട്ട് ഇറങ്ങിയ സാധനമാടാ. ഞങ്ങൾ ചെയ്യുന്ന നമ്മുടെ ജോണിച്ചാൻ്റെ വിഷസ്. ജോണി എസ് പപ്പ ചോദിച്ചാലിങ്ങനെ കൊടുക്കണ്ടിരിക്കുക. പാവങ്ങളാ, ഇല്ലാത്തോണ്ടല്ലേ. ഉണ്ടാവും. ആരെങ്കിലും തിരിച്ചു തരാറുണ്ടോ? ഇത് കറക്റ്റ് അവസ്ഥ കേട്ടോ. ഈ സാധനം മാത്രം ആരും കൊടുക്കത്തില്ല. ഉണ്ടേലും ഇല്ലെന്ന് പറയും. എല്ലാവരും അങ്ങനെ. പാക്കിൻ്റെ അത് കുറവായതുകൊണ്ടോ ഓരോ എണ്ണം വീതം ആയതുകൊണ്ടാന്ന് തോന്നുന്നു. എല്ലാവരും പറയും ഇല്ലെന്ന് പറയും. നമ്മൾ കൺമുമ്പിൽ കാണും, പക്ഷെ എല്ലാ ചെറ്റയും പറയും ഇല്ലടാ, ഇല്ല വാങ്ങിച്ചില്ലടാ. നമുക്കൊരു ആവശ്യം വരുമ്പോ എല്ലാരും തരും. വണ്ടി തരും. ഈ സാധനം ആരും തരത്തില്ല. പോയി മുമ്പ് क्या अपराध है? പ്രേതം. പ്രേതത്തിന് വരെ അമ്മമാര് തീത് പോവാ. ആറാട്ട് ഫുണ്ടാണല്ലോ. മേക്കപ്പ് ആർട്ടിസ്റ്റായ ട്രാൻസ്ജെൻഡറിനെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഹ്രസ്വചിത്ര സംവിധായകൻ വിനീത് അടക്കം 5 പേർക്കെതിരെ കേസ്. യൂട്യൂബർമാരായ ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കി, അലിൻ ജോസ് പെരേര എന്നിവരടക്കം 5 പേർക്കെതിരെയാണ് ചേരാനെല്ലൂർ പോലീസ് കേസെടുത്തത്. ട്രാൻസ്ജെൻഡറിനെ വീട്ടിൽ കയറി കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നാണ് കേസ്. ഇമ്മാർക്കാന്ന് പറയുന്നത് ഇമ്മാരെ പ്ലാപ്പറമ്പിൽ പോലെ അടിമക്കളെ ഇമ്മാര് മോഹാണേജി പരിപാടി. എന്താടാ ഇത്? Yeah. Oh my god. That's my talent. എന്താടാ ഒരു നാം പോലെ ഹിഡൻ ടാലന്റ് ഓഫ് സണ്ണി ലിയോ. तू समझा? हाँ. नहीं, तू समझा नहीं. ചേച്ചി ആളൊരു കില്ലറായിരുന്നു കൊണ്ട്. സണ്ണി ചേച്ചി. तू मेरा कोई ना പബ്ജിയുടെ ഭയങ്കര റിലേറ്റബിൾ ആണ് കേട്ടോ. ഭയങ്കര സീനാണ് പബ്ജി. ഭയങ്കര വായ്പാ. എല്ലാവരുമായിട്ട് ഭയങ്കര റിലേറ്റബിൾ ആണ്. തണി രാവണൻ 10 തന്ത്രയോ. ലാലേട്ടൻ കസേരയിൽ വിട്ട വളിയുടെ തനി രാവണൻ 10 തന്തയോ. ലാലേട്ടൻ കസേരയിൽ വിട്ട വളിയുടെ ആത്മാവ്. 14 ജില്ലക്കാരും ഇപ്പൊ പുറത്തു നിന്നുള്ള ഓരോ തമിഴ്നാട്ടിൽ നിന്നും വരെയാണ് ഇവന്റെ കുണ്ടി കടിക്കുന്ന എല്ലാവരും. എന്ത് വാഴയാണ് ഇവൻ. പക്ഷെ ചില സമയം ചില വീഡിയോക്ക് ഇവൻ മാസം കേട്ടോ. പക്ഷെ നല്ല രസം ഇവന്റെ വീഡിയോ കണ്ട് ചിരിക്കാൻ. കമന്റ് ബോക്സ് വായിക്കാൻ നല്ല രസമാണ്. ഇങ്ങനെ ഊമ്പിയിരിക്കുന്നത്
കമന്റ് ബോക്സ് ഒക്കെ വായിച്ച് ചിരിക്കേ. എത്രയൊന്നും പറഞ്ഞ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നേ. പോയി കമന്റ് ബോക്സ് ഒക്കെ വായിച്ച് ചിരിക്കേ. മയിലൊക്കെ ഡിപ്രഷൻ അടിച്ച് ഊമ്പി ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഡിപ്രഷൻ വരേണ്ടവർക്ക് വരും. അതൊന്നും കണ്ടില്ലെന്ന് നമ്മൾ നടിക്കുക. ഊമ്പിച്ചിരിക്കാതെ ഈ വീഡിയോയും കണ്ടുകൊണ്ടിരിക്കാതെ എങ്ങനെ പറ്റുന്നു? നിങ്ങൾ പറയുമ്പോൾ എനിക്കൊരു ബന്ധമില്ലാത്ത കാര്യമാണ് ഞാൻ പറയുന്നത്. ബന്ധമൊക്കെ ഉണ്ട്. വാണം തമിഴ് വാണം, തമിഴ് പാണ്ടി പാണ്ടി കരിമ്പാറ വാണം. மருமகனா எங்க வீட்டுக்கு நீ வாடா சீக்கிரம் ஓகேன்னு மட்டும் தலையாட்டே. എന്റെ വീട്ടിക്ക് സീക്കിരം വന്ന് ബാക്കി എന്നാന്ന് എനിക്കറിയില്ല. மாமா உங்க வீட்டுல வந்து பையன் கேக்குறோம். നിങ്ങളുടെ പേര് കാക്കപ്പുണ്ടച്ചിന്ന്. എന്നാ അപരാധ് ഹേ. ചിരി വരുന്നില്ല മൈരൂമ്പി. മരത്തേന്ന് വീണതാണേ. കേട്ടില്ല. 10 രൂപ എടുത്ത് നടലിന് പോട്ടില്ല. എഴുന്നേറ്റ് നടക്കയില്ലെന്ന് വൈദ്യശാസ്ത്രം വിധിച്ചിരിക്കുകയാണ്. ഒരിക്കലും നടക്കാൻ പറ്റത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഒരിക്കലും നടക്കാൻ പറ്റില്ലെന്ന ഡോക്ടർ. എവിടെയാ ചികിത്സ ചെയ്യുന്നത്? കോട്ടയം മെഡിക്കൽ കോളേജില്. ആൽബിൻ ഡോക്ടർ ആയിരുന്നു. 15-16 അടുത്ത് പൊട്ടിട്ടെന്ന് പറഞ്ഞ. 16 ഇടത്ത് പൊട്ടിയിട്ടുണ്ട് നട്ടല്. ചലിപ്പിക്ക് കാല്, മറ്റേ കാല് ചലിപ്പിക്ക്. ഈ കാല് പൊങ്ങട്ടെ 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 പൊങ്ങട്ടെ. വീഴ്ചയ്ക്ക് ശേഷം കാല് ചലിച്ചിട്ടില്ല. ഇല്ല. ചാടി എഴുന്നേക്ക് ചാടി എഴുന്നേക്ക് ചാടി എഴുന്നേക്ക്. ഓ മൊത്തം കെട്ടുകഴിച്ചു. ഞാൻ കണ്ടു അയാളുടെ മേൽ നിന്ന് ബാധ ഒഴിഞ്ഞു പോകുന്നേ. കമ്പി വെച്ച ബെൽറ്റ് ഒരിക്കലും അനങ്ങാതിരിക്കാൻ. സ്റ്റെപ്പ് വെച്ച് വഴി കൊടുത്തേ. ആരും പിടിക്കണ്ട. മുണ്ട് മടക്കി കൊടുക്ക. തിരിച്ചു വാ. ഓയ് എന്തൊക്കെയാ അണ്ണം പോയടാ നടക്കുന്നേ? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. മരത്തേന്ന് വീണതാണേ. എടാ ഇതൊക്കെ സത്യമാണ്. ഇതൊക്കെ ആരും വിശ്വസിക്കോ? ഇതൊക്കെ എന്നാ ഇങ്ങനെ? എടാ എന്നെ മയിലാണ്. അടികൊണ്ട കുണ്ടി വെടികൊണ്ട കുണ്ടിയെല്ലാം പോച്ചു. കൊള്ളാം. ആദ്യത്തെ കൊള്ളായിരുന്നു. അണ്ടി കുണ്ണ തങ്കം ഞാനാടാ. ഇത് വേറെ ലെവൽ. ബോറടിക്കാനുണ്ടോ? ഒരു ബോറടിയില്ല. ഇത് ഒരു 21 വയസ്സ് കഴിഞ്ഞാൽ, 21 ചിലവർക്ക് 18, ചിലവർക്ക് 21 വയസ്സ് കഴിഞ്ഞാൽ ജീവിതം ഊമ്പാൻ തുടങ്ങും. അപ്പം നമ്മൾ എന്നാ ചെയ്യും? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് ചിരിക്കുക, ആസ്വദിക്കുക, മരണം വരെയും ചിരിക്കുക. കൂടിപ്പോയ 80 വർഷം എല്ലാവരും ജീവിക്കും. അതിനുമ്പ് ചിലവരൊക്കെ തട്ടിപ്പോവും. അപ്പം ചിരിക്കുക, എല്ലാം ചിരിക്കുക, ചിരിച്ചൂമ്പി ഇങ്ങനെ ഇരിക്കുക. തന്തയ്ക്ക് പറക്കാത്തത് തെറ്റൊന്നുമല്ല, പക്ഷെ അതൊരു അലങ്കാരം. അത് ഈ മയിരന്റെ കാര്യമാണ്. ഇതിന്റെ നല്ല ഇവ എന്റെ അറ്റാച്ച് ചെയ്ത് വിട്ടിട്ടുണ്ടല്ലോ. അച്ഛനില്ലാത്ത കുട്ടികളൊക്കെ നല്ല മിടുക്കന്മാരായിരിക്കും, നിന്നെ പോലെ. തമാശയാ. അപ്പൊ അച്ഛൻ ആരാണെന്ന് അറിയാത്ത കുട്ടികൾ അതിനേക്കാൾ മിടുക്കന്മാരായിരിക്കും അല്ലേ, നിങ്ങളെ പോലെ? അണ്ണ ഊമ്പിയടാ, ഊമ്പി ഊമ്പി ഊമ്പി. സാധനം മാറ്റാ. അണ്ണാ എന്തുകൊണ്ടാടെ പരിപാടി? കയ്യിലെന്തുണ്ടാ വന്നിരിക്കുന്നേ? നിനക്ക് വേണ? മൊത്തം കുടിച്ചോട്ടെ. നീ കുടിച്ചോടാ മോനെ.
എന്തൊരു കുടിയാടാ കുടിക്കുന്നേ? CBG ഫണ്ട് എടാ ഈ MR കൂപ്പറിന്റെ പേര് അലൻ, എൻ്റെ കൈക്കാരനാ, കമ്പനിക്കാരനാ. ഈ മെൻഷൻ ചെയ്തിരിക്കുന്ന എൻ്റെ കമ്പനിക്കാരനാ. ഒരു കാട്ട് കോഴി ഒരു ലൈക്ക് കൊടുത്തേ. എന്ത് സ്മാർട്ടല്ലേ. അലന്ന് പറയുന്ന എല്ലാം ചെറിയ കോഴിത്തരങ്ങളൊക്കെ കയ്യിലുണ്ട്. ചെറുതല്ല, വലിയ വലിയ കോഴിത്തരങ്ങൾ പലവിധം. ഗൂഗിൾ മിയാ ഖലീഫ का पिक्चर. കിളവ ആള് കൊള്ളാലോടാ. കിളവൻ ഈ പ്രായത്തിലും കിഴപ്പിനൊരു കുറവില്ല. गाना 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 ചിരിക്കാൻ गूगल मियां ഗൂഗിൾ പണിപ്പത്ത ഉലകത്തിലെ ഇവ പോലെ ഒരു കുറുക്കന് കൂമ്പിയില്ലേ നിജനത്തനഗന്ധത്തെ. एक अंकल लाइक मेरे पापा से भी बड़े उम्र, तो मैं ऐसे पलटी बोला हाँ अंकल बोली ना, लाइक आपकी मूव्स बहुत अच्छे हैं. एक अंकल लाइक मेरे കൊള്ളാം, നല്ലതാ. തൂമ്പീര ഇവിടെ ഇന്ന് ഇത്ര ഉള്ള ഒരു സുഖമില്ല. എനിക്ക് മടുത്ത് ചിരിക്കാൻ പറ്റിയ കണ്ടൻസ് ഒന്നും ഇല്ലെന്ന് ചില സമയത്ത് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഓക്കെ ബൈ. ഇൻട്രോയും പറയാൻ അറിയത്തില്ല, ഔട്ട്രോയും പറയാൻ എനിക്ക് അറിയത്തില്ല. ബൈ പറഞ്ഞാൽ ബൈ, വേറൊന്നുമില്ല എൻ്റെ അകത്ത്. ടാറ്റ.